നമസ്കാരം, ഞാൻ സെബാസ്റ്റ്യൻ. ഏവർക്കും നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ദുഃഖങ്ങൾ നമ്മെ സ്പർശിക്കുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളാണ് സുഖമെന്നതായി നമ്മൾ പരിഗണിക്കുന്നതെന്നും അഥവാ നമുക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദുഃഖത്തെ സ്പർശിക്കാതെ സമർത്ഥമായി ഒഴിഞ്ഞു മാറുന്നവരാണ് സുഖമെന്നത് അറിയുന്നതെന്നും പറഞ്ഞ മഹാദാർശനികനായ ഗ്രിഗിൽ മോസിനെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. സുഖം എത്ര നീണ്ടു നിന്നാലും അത് നമ്മൾ കണക്കിലെടുക്കില്ലെന്നും ദുഃഖം എന്നത് അല്പനിമിഷമാണെങ്കിൽ പോലും അത് നമുക്ക് വലിയൊരു കാലയളവായി തോന്നുമെന്ന അനുഭവവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായാലും കാലം നമുക്കായി കാത്തുവെച്ചത് എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സുഖമാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ അരവിന്ദൻ ആമുഖത്തിൽ പറഞ്ഞതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. സുഖദുഃഖങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാനാവുന്നതല്ലെന്നും പറഞ്ഞ് അരവിന്ദൻ അയച്ചു തരുന്നത് സുഖദുഃഖങ്ങളോട് ഉപമിക്കാവുന്ന ഒരു അഭ്യാസമാണ്. വളരെ ശ്രമകരമായി മാത്രം ചെയ്യാവുന്ന പ്രകടനം കൂടിയാണിത്. അണുവിട തെറ്റിയാൽ ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു പ്രകടനം. നാടൻ രീതിയിൽ പറഞ്ഞാൽ കത്തിയേറ്. ഇതൊരു കിടിലൻ പ്രകടനം തന്നെയായിരുന്നു എന്നാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ വൈശാഖിൻ്റെ പ്രതികരണം. സുഖദുഃഖ പോരാട്ടം എന്നതിലുപരി ജീവൻ മരണ പോരാട്ടമാണ് ഇതെന്നും ഇയാൾ പറയുന്നു. സമയബന്ധിതമായി മാത്രം ചെയ്യാവുന്ന ഈ കലയെ ഉപാസിക്കുന്നവരെ ശരിക്കും നമിക്കണമെന്നും ഇത് കൺകെട്ടും കബളിപ്പിക്കലുമൊന്നുമല്ലെന്നും വൈശാഖ് പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് കൂട്ടുകാർ ചേർന്ന് ഒരാളെ കബളിപ്പിക്കുന്നതിൻ്റെ കാഴ്ചയാണ്. കൂട്ടുകാരൊപ്പിച്ച കബളിപ്പിക്കലിൽ അയാൾ ശരിക്കും പെട്ടുപോയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ കൂട്ടുകാരനായ ജൂഡ്സൺ ജോസഫ് ഈ കാഴ്ച കണ്ട് പ്രതികരിക്കുന്നത്. അയാളുടെ ദയനീയ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇത്തരം പ്രതീക്ഷിക്കാത്ത നിസാര പ്രശ്നങ്ങളല്ല ഉണ്ടാവുകയെന്നും പ്രതീക്ഷിക്കാത്ത വലിയ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ ഉണ്ടാവുകയെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്ന ഒരു അപകട കാഴ്ചയൊന്ന് കാണാം. പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ജീവഹാനി ഉൾപ്പെടെ പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കുമെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ നീതുവിൻ്റെ പ്രതികരണം. ചില ഘട്ടങ്ങളിൽ അശ്രദ്ധയും അതിന് മേമ്പൊടി ചേർക്കുമെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ഇവർ കാട്ടിത്തരുന്നത് അശ്രദ്ധയെന്ന് പറയാനാകില്ലെങ്കിലും അത്തരത്തിൽ പെടുത്താവുന്ന ഒരു കാഴ്ച.
ഇത് തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ഇഷ്ടക്കാരനായ മനോജ് കെ മാത്യു ഇത് കണ്ട് പ്രതികരിക്കുന്നത്. അപകടങ്ങൾ മാത്രമല്ല പ്രതീക്ഷിക്കാതെ നടക്കുകയെന്നും ചില അമളികളും ഇത്തരത്തിൽ ഉണ്ടാകുമെന്നും മനോജ് കെ മാത്യു പറയുന്നു. എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നത് അത്തരത്തിലൊരു അമളി പറ്റിയ കാഴ്ചയാണ്. ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി ജീവിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ചങ്ങാതിയായ ഷിബു മച്ചാട് ഇത് കണ്ട് പ്രതികരിക്കുന്നത്. വലിയ മാജിക് ആണെന്നും പറഞ്ഞ് നമ്മൾ കണക്കാക്കുന്നവയിലും ഇത്തരത്തിലുള്ള തട്ടിപ്പൊക്കെയാകുമെന്നും ഷിബു കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് നമുക്ക് രസകരമായ ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് അരോചകവും ഭീതിജനകവുമായ കാഴ്ചയാണ്. ഒരു കൊച്ചുകുട്ടി ബാൻഡ് മേളം കേട്ട് പേടിച്ച് കരയുന്ന കാഴ്ചയാണ് ഇത്. ¡Atención! ¡Honores! Para bajar el pabellón nacional. ¡Atención! ¡Vístala ahí! ¡Sí! കുട്ടികളുടെ ഇത്തരത്തിലുള്ള നിഷ്കളങ്ക ഭാവങ്ങൾ കാണാൻ രസകരമാണെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആത്മസുഹൃത്തായ റോഷൻ പ്രതികരിക്കുന്നത്. ആ കുട്ടി പേടിച്ച് കരയുന്നത് കണ്ട് ചിരിക്കാനാണ് മിക്കവർക്കും തോന്നുകയെന്ന് പറഞ്ഞ് ഇയാൾ തുടരുന്നു. എന്നിട്ട് റോഷൻ അയച്ചു തരുന്നു ഒരു കുട്ടിയെ ഒരാൾ പേടിപ്പിച്ച് കരയിപ്പിക്കുന്ന കാഴ്ച. അതൊന്ന് കണ്ടാലോ? ടോയ്ലറ്റിലിരിക്കുന്ന ആ കൊച്ച് അക്ഷരാർത്ഥത്തിൽ പേടിച്ചു തൂറിക്കാണുമെന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ പ്രിയ സുഹൃത്തായ സന്തോഷ് കുമാർ പ്രതികരിക്കുന്നത്. ആ കുട്ടിയുടെ പേടിച്ചുകൊണ്ടുള്ള മുഖം കണ്ടപ്പോൾ സഹതാപം തോന്നിയെന്നും സന്തോഷ് പറയുന്നു. എന്നിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരു നൃത്തത്തിനിടെ അതിൻ്റെ നൃത്തക്കാരിക്ക് പറ്റിയ ഞെട്ടലാണ്. അവരുടെ നൃത്തത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകട്ടെ, അപ്പോഴേക്കും ഒരു ഇടവേള എടുത്തിട്ട് വരാം. ഒരു നൃത്തത്തിനിടെ നൃത്തക്കാരി ഞെട്ടുന്ന കാഴ്ച കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കണ്ടിട്ട് പോകാം അടുത്ത കാഴ്ചകളിലേക്ക്. നൃത്തത്തിനിടെ പറ്റിയതുകൊണ്ട് ചിലപ്പോൾ ഇത് നൃത്തത്തിലെ ഭാവാഭിനയമാണോ എന്ന് തോന്നിയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആത്മസുഹൃത്തായ അജീഷ് കമന്റ് തുടങ്ങുന്നത്. എന്തായാലും ഇവരുടെ ഭാവം കണ്ട് സഹതാപം തോന്നിയെന്നും അജീഷ് പറയുന്നു. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണെങ്കിലും മിക്കവാറും മറ്റുള്ളവരെ പേടിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നതിൽ നമ്മൾ മനുഷ്യർ മുൻപന്തിയിലാണെന്നും അജീഷ് പറയുന്നു. എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നത് അത്തരത്തിലൊരു കാഴ്ചയാണ്. ഇതൊന്ന് കാണാം. Guess what? ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നുവെന്നാണ് ഈ ദൃശ്യം കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ ഗോപൻ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇത് ഗംഭീരമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നുമുണ്ട് ഇയാൾ. എന്നിട്ട് ഗോപൻ കാട്ടിത്തരുന്നത് അതിനേക്കാൾ രസകരമായ ഒരു കാഴ്ചയാണ്. അതെന്താണെന്നോ, ഒരു കുരങ്ങൻ തൻ്റെ രൂപം കണ്ട് പേടിക്കുന്ന കാഴ്ച. ഇത്തരത്തിൽപ്പെട്ട മറ്റൊരു കാഴ്ച നെറ്റിസൺ ജേർണലിസ്റ്റിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ സുഹൃത്തായ എബി കമന്റ് തുടങ്ങുന്നത്. ഈ കുരങ്ങന്റെ ചേഷ്ടകൾ കണ്ട് ഏറെ ചിരിച്ചുപോയെന്നും പറയുന്നുണ്ട് എബി. ഈ കുരങ്ങനെ കണ്ട് കുരങ്ങന്മാർ എല്ലാം ഇതുപോലെ മണ്ടന്മാരല്ലെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്നത് ഒരു ബുദ്ധിയുള്ള കുരങ്ങന്റെ ദൃശ്യമാണ്. ഈ കുരങ്ങൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ? 只要继续往前走，就可以看到农场喽。没想到，大狗突然开始狂吠。小庞因为害怕
怕，根本就不敢继续往前走。结果，詹姆斯竟然自己先跑了过去，只剩小庞独自被留在原地。这时候，小庞，你在做什么啊？啊！居然躲在竹篮子里头。总算是顺利通过了。മനുഷ്യർ തമ്മിലുള്ള സ്വരുമയേക്കാൾ മൃഗങ്ങൾ തമ്മിലാണ് പൊരുത്തമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ ദൃശ്യം കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തും ചിത്രകാരനുമായ ബാബു കെ ജിയുടെ പ്രതികരണം. എന്നിരുന്നാലും ഈ ദൃശ്യത്തിൽ ഒരു നായയെ കണ്ടാണ് മറ്റൊരു നായ കുരച്ച് ബഹളം വയ്ക്കുന്നതെന്ന കാര്യം വിസ്മരിക്കുന്നില്ലെന്നും ബാബു പറയുന്നു. എന്നിട്ട് അദ്ദേഹം കാട്ടിത്തരുന്നു ഒരു പൂച്ച കുതിരവാലിൽ തൂങ്ങിയാടി കളിക്കുന്ന കാഴ്ച. Die Erdung knallt. Schöner Sprich. ആ കുതിര യാതൊന്നും അറിയാത്ത മട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്തായ റഫീഖ് കമൻറ്റ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ആ പൂച്ചയ്ക്ക് പകരം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിൻകാല് കൊണ്ട് തൊഴി കിട്ടുമായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് റഫീഖ് കാട്ടിത്തരുന്നത് എന്താണെന്നോ, ഒരു കുതിര ഒരാളെ തൻ്റെ പുറത്തു നിന്നും തട്ടിയിടുന്ന കാഴ്ച. കുതിര അയാളെ തട്ടിയിടും മുമ്പ് വേഗം ഒരു ഇടവേള എടുത്തിട്ട് വരാം. തൻ്റെ പുറത്തിരിക്കുന്ന ഒരാളെ കുതിര തട്ടിയിടുന്ന കാഴ്ച കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞത്? അത് കണ്ടാലോ. അയാളുടെ എല്ലൊടിഞ്ഞ് കാണും എന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൂട്ടുകാരനായ ജാവേദ് റഹ്മാൻ്റെ പ്രതികരണം. ആ കുതിരയടക്കം അയാളുടെ ദേഹത്തേക്ക് വീണത് ദയനീയമായെന്നും ഇയാൾ പറയുന്നു. ആ കുതിര എന്താണ് ഇങ്ങനെ പ്രകോപനപരമായി പെരുമാറിയതെന്ന് മനസ്സിലാവുന്നില്ലെന്നും ജാവേദ് പറയുന്നുണ്ട്. ഈയൊരു ദൃശ്യം വെച്ച് മൃഗങ്ങളെ ഉപദ്രവകാരികളായി വിലയിരുത്തുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് ജാവേദ് അയച്ചു തരുന്നത് അംഗപരിമിതിയുള്ള ഒരാളെ ഒരു നായ സഹായിക്കുന്ന കാഴ്ചയാണ്.
നായകൾ മിക്കവാറും മനുഷ്യന് ഉപകാരികളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ഇഷ്ടക്കാരിയായ അശ്വതി വി മേനോന്റെ പ്രതികരണം. സ്നേഹിച്ച ജീവൻ വെടിഞ്ഞും യജമാനന്റെ ജീവൻ കാക്കുന്ന അവയുടെ സ്നേഹം വിശ്വപ്രസിദ്ധമാണെന്നും അവർ പറയുന്നു. എന്നിട്ട് ഇവരും കാട്ടിത്തരുന്നത് നായയുടെ കരുതലിനെ പറ്റിയാണ്. അതായത് യജമാനന്റെ സൈക്കിളിന് കാവൽ നിൽക്കുന്ന ഒരു നായയെ.狗狗帮看车的了，不过你看这狗狗该看车的，帮主人看车的。我说你看看这个狗狗啊，帮那个狗。他现在这个镜头最好看了。എത്ര കാര്യഗൗരവത്തോടെയാണ് ഈ നായ അതിന് കാവലിരിക്കുന്നതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആത്മസുഹൃത്തായ ഷിനു പുത്തൻപുര ഇതിനോട് പ്രതികരിക്കുന്നത്. അവന്റെ യജമാനൻ വന്നപ്പോൾ അവൻ സൈക്കിൾ വിട്ടുകൊടുക്കുന്നതും അതിനുശേഷം അവൻ സൈക്കിളിൽ കയറിയിരുന്ന് പോകുന്നതും എത്ര രസകരമാണെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നു ഒരു ആടിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കുരങ്ങനെ. ആടിൻ്റെ പുറത്തിരുന്ന് കുരങ്ങൻ കാട്ടിയ കുസൃതികൾ ശരിക്കും രസകരമായിരുന്നുവെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ നിജോ ജോസഫിൻ്റെ അഭിപ്രായം. ആ ആട്ടിൻ കൂട്ടവും കുരങ്ങനും കൂട്ടുകാരായിരിക്കുമെന്നും അവയുടെ സ്ഥിരം ഏർപ്പാടായിരിക്കും ഇതെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ഇയാൾ അയച്ചു തരുന്നത് പ്രത്യേകതയുള്ള ഒരു ആടിനെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നല്ലേ? അത് പറഞ്ഞാൽ കാഴ്ചയുടെ രസം പോകും. ഇത് കാണും. ഇന്ന് കുറേ വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ കണ്ടല്ലോ. എന്തായാലും ഇന്നത്തെ കൗതുക ലോകത്തെ യാത്രകൾ അവസാനിപ്പിക്കാൻ സമയമായി. കൗതുക കാഴ്ചകൾ ഒട്ടേറെ ഇനിയും നമ്മെ കാത്തിരിപ്പുണ്ട്. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. നിങ്ങൾ കണ്ട കാഴ്ചകൾ നെറ്റിസൺ ജേർണലിസ്റ്റിലൂടെ പങ്കുവയ്ക്കാൻ വാട്സാപ്പ് വഴി അയയ്ക്കുക. നിങ്ങൾ അയക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം എല്ലാ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തുക അസാധ്യമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ദയവായി എല്ലാവരും തുടർന്നും സഹകരിക്കുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇമെയിൽ ID netizenjournalist@jeevan.tv. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.